കുറേ നേരം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോഴെല്ലാം കാല് വേദനിക്കുക എന്നത് ഇത് നമുക്ക് ഒരുപക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണമാകാം, അതായത് സന്ധിവാതം. കഠിനാധ്വാനം ചെയ്യുന്ന രോഗികൾക്കും ഈ എല്ല് തേയ്മാനം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് സ്ട്രെയിൻ ഇല്ലാത്ത എക്സസൈസ് ചെയ്യുക. ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നൊരു പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടി ഒരു ഡയറ്റ് ചാർട്ട് നിർദ്ദേശിക്കുന്നതാണ്. അതിൽ രാവിലെ എന്ത് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, രാത്രി എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് കറക്റ്റായി നിർദ്ദേശിക്കുന്നുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന. നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് കുറേ നേരം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോഴെല്ലാം കാല് വേദനിക്കുക എന്നത് ഇത് നമുക്ക് ഒരുപക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണമാകാം, അതായത് സന്ധിവാതം. നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാർട്ടിലേജിന് വരുന്ന തേയ്മാനമാണിത്. ഇത് ഇന്ന് കൂടുതൽ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് 40-ന് ശേഷമുള്ളവർക്ക്. നമുക്ക് ഈ ആർത്തവ വിരാമം കഴിഞ്ഞവരെല്ലാം കണ്ടത് വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. പ്രധാന കാരണം ഒബിസിറ്റി തന്നെയാണ്, നമ്മൾക്ക് എക്സസൈസ് ഇല്ലാത്തത് കാരണമാണ്. പിന്നെ നമ്മളിരിക്കുന്ന പൊസിഷൻസ്, ഈ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലെല്ലാം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് തേയ്മാനം കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസിൻ്റെ കുറവ് പാരമ്പര്യമായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നീ ജോയിൻറ്റ്, അതായത് മുട്ടിനെ, അതുപോലെ തന്നെ ഇടുപ്പ്, നട്ടെല്ല്, കഴുത്തിൻ്റെ ഭാഗത്തുള്ള ജോയിൻസിനൊക്കെയാണ്. മറ്റ് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ബിയറിംഗ് ജോയിൻസ് എന്നാണ് ഇതിനെ പറയുക. നമ്മുടെ വലിയ ജോയിൻസ് അതിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. കൂടുതലായിട്ട് നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്റ്റെപ്സ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് വേദന വരാം. അതുപോലെ നമ്മൾ കുറേ നേരം നടന്നു കഴിഞ്ഞാലൊക്കെ നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേൾക്കും, അതിനെ ക്രിപ്പിറ്റിസ് എന്ന് പറയും. പിന്നെ നമ്മുടെ കൈ കാലിനൊരു മരവിപ്പ് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ നീര് കാണാം, ഒരു ചുവന്ന കളർ റെഡ്നെസ് പോലെ കാണാം, തൊടുമ്പോൾ ചൂടെല്ലാം അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. ഒരു 80% രോഗികളുടെ രോഗലക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്കിത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്ലിനിക്കിൽ വരുന്നൊരു പേഷ്യൻറ്റിനെ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്കിത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എക്സ്റേ MRI എടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് ജോയിൻസിൻ്റെ ഗ്യാപ്പ് വന്നത് കാണാൻ പറ്റും. അതിലൂടെ നമുക്കിത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് എക്സസൈസ് തന്നെയാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഇല്ലാത്ത എക്സസൈസ് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഠിനാധ്വാനം ചെയ്യുന്ന രോഗികൾക്കും ഈ എല്ല് തേയ്മാനം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് സ്ട്രെയിൻ ഇല്ലാത്ത എക്സസൈസ് ചെയ്യുക. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ക്യാബേജ് കഴിക്കുന്നത് വഴി നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാബേജിൻ്റെ നല്ല ഇലകൾ നമ്മുടെ മുട്ടിൽ നീരുള്ള ഭാഗത്തെ ചുറ്റി വയ്ക്കുക രാത്രി കിടക്കുന്ന സമയത്ത്. ഇങ്ങനെ വരുമ്പോൾ നീര് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും അയില, ചൂര ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രൊക്കോളി കഴിക്കുന്നത് വഴി നമുക്ക് വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും കിട്ടുന്നു. ഇതുവഴി നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയാനും വേദന കുറയാനും സഹായിക്കുന്നുണ്ട്. ബ്രൊക്കോളി വളരെ നല്ലൊരു പ്രോട്ടീൻ കൂടെയാണ്. മീനെണ്ണ ഗുളികയും അല്ലെങ്കിൽ മീനെണ്ണയും കഴിക്കാം. അതുപോലെ ഒലീവ് ഓയിൽ കറിയിൽ ചേർത്ത് കഴിക്കാം. മുരിങ്ങയില അരച്ചിടുന്നത് വഴി നമുക്ക് നീര് കുറയും, അതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ദിവസേന 1-2 ചെറി കഴിക്കുന്നത് വഴി നമ്മുടെ നീർക്കെട്ട് കുറയും. ഗ്രീൻ ടീ കുടിക്കുന്നത് വഴി നമ്മുടെ കാർട്ടിലേജിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ മിൽക്ക്, അതായത് പാലൊക്കെ കഴിക്കുന്നത് വഴി നമുക്കൊരു പരിധി വരെ ഇതിൻ്റെ വേദന കാര്യങ്ങളൊക്കെ തടയാൻ സാധിക്കും. ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. ആദ്യത്തേത് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ്, പോർക്ക്, മട്ടൺ എന്തായാലും നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ പാക്ക്ഡ് ഫുഡ്സ്, ഇപ്പം നമ്മുടെ ടിന്നിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണം. പഞ്ചസാരയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഗ്രിൽഡ് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ഓയിലി ഫുഡ്സ് അതുപോലത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കണം. ബേക്കറി പലഹാരങ്ങളും എണ്ണക്കടികളും കുറയ്ക്കണം. ഇതുപോലെയെല്ലാം നിങ്ങൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ തടയാൻ സാധിക്കും. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നത് ഒരു ഡീജനറേറ്റീവ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇനി കൺട്രോൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഡയറ്റും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന മെഡിസിൻസും കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നൊരു പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടി ഒരു ഡയറ്റ് ചാർട്ട് നിർദ്ദേശിക്കുന്നതാണ്. അതിൽ രാവിലെ എന്ത് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, രാത്രി എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് കറക്റ്റായി നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഡയറ്റ് ചാർട്ടും അതിനോടൊപ്പം തന്നെ എക്സസൈസും ഫോളോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് വളരെ ലളിതമായ രീതിയിൽ ഹോമിയോപ്പതിയിലൂടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്